Hi students, welcome to Easy Commerce. I am Tara Mohan. Today we discuss issue of shares. ഇഷ്യൂ ഷെയർസ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഒരു കമ്പനി എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഞാൻ ഇതിൽ വരുന്ന തിയറി പാർട്ടുകളൊക്കെ ആദ്യം പ്രസൻറ്റ് ചെയ്യാം. അത് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോട്ട് എഴുതിയാൽ മതി. നോട്ട് വരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് പറയാം. കമ്പനി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു കമ്പനിയുടെ ഡെഫിനേഷൻ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ എന്ന് പറയുന്ന ആളാണ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നത് കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ എന്നാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻ പഠിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞതിന് തന്നെ നമുക്ക് ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കാം. എന്താണ്? ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, ഇറ്റ് ഹാസ് പെർപെക്ച്വൽ സക്സഷൻ, ഇറ്റ് ഹാസ് എ കോമൺ സീൽ. ഇതിനൊക്കെ പുറമെ എന്താണ്, ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ ഉടനെ നമ്മൾ അറിയണം എന്താണ് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഷെയർ, എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നറിയണം. ഷെയർ എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതിനെ പറയുന്ന പേരാണ് ഷെയർ എന്ന്. ഈ ഷെയർ വിറ്റിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്വരൂപിക്കുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പനിയിലത്തെ ഷെയർ ക്യാപിറ്റലിനെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ദെൻ റിസർവ് ക്യാപിറ്റൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ്. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ റെക്കോർഡ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ ഈ ഇഷ്യൂ ചെയ്ത എല്ലാ ക്യാപിറ്റലും പബ്ലിക്ക് വാങ്ങണമെന്നില്ല. അപ്പോൾ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് പബ്ലിക് എത്രയാണോ വാങ്ങിയിരിക്കുന്നത് അതിനെ പറയുന്നതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന്. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ക്യാപിറ്റലും കമ്പനി ഒരുമിച്ച് തിരിച്ചു മേടിക്കില്ല. അത് കുറേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് വാങ്ങുക. അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വരുമ്പോൾ എല്ലാ കോൾഡ് അപ്പ് ക്യാപിറ്റലും എല്ലാ ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എത്രയാണോ കമ്പനിക്ക് കിട്ടിയത് അതിനെ പറയുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി എന്താണെങ്കിൽ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം വിളിക്കാണ്ട് നമ്മൾ നീക്കി വയ്ക്കും, നമ്മുടെ കമ്പനി അവസാനിപ്പിക്കുമ്പോൾ മാത്രം വിളിക്കാൻ വേണ്ടി. അതിനെ പറയുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ നോട്ട്സ് ചെയ്താൽ ബുക്ക് എടുത്തോ, ഹെഡിങ് കൊടുത്തോ, കമ്പനി അക്കൗണ്ട്, ഇഷ്യൂ ഷെയർസ്. സൈഡ് ഹെഡിങ് കൊടുക്കുക, ഡെഫിനേഷൻ, എന്നിട്ട് എഴുതിക്കോ. അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ, എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ created by law with a perpetual succession and a common seal. തൊട്ട് താഴെ ഹെഡിങ് കൊടുക്ക്, ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഏത് ചോദിച്ചാലും ഒരേ ഉത്തരമാണ്. അതിന് നിങ്ങൾ പുതിയത് പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ ഡെഫിനേഷനിൽ പറഞ്ഞ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, it is an artificial person. Second one, it is created by law. Third one, it has perpetual succession. Next one, it has a common seal. Last one, liability of members is limited. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഷെയർസ്. The small unit of share capital is called shares. Next one, share capital. The capital raised by the issue of shares is called share capital. അടുത്ത heading, types of capital.
ഫസ്റ്റ് വൺ ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ ഒക്കെ ഒരേ സംഭവത്തിന് പറയുന്നതാണ് നോമിനൽ ക്യാപിറ്റൽ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ with which a company is registered is called authorized capital. Second one, issued capital. The part of authorized capital which is issued to the public is called issued capital. Third one, subscribed capital. The part of the issued capital which is subscribed by the public is called subscribed capital. Next one, called up capital. The part of the subscribed capital which is called up by the company is called called up capital. Next one, paid up capital. The part of called up capital which is paid by the public is called paid up capital. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കാണാൻ ഒരു ഫോർമുലയുണ്ട്, ഫോർമുലയാക്കിയിട്ട് എഴുതിക്കോ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തിയത് അല്ലെങ്കിൽ പൈസ തരാതിരുന്ന എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിസർവ് ക്യാപിറ്റൽ. ദ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് called up only on the winding up of a company is called reserve capital. അപ്പോൾ അവിടെ രണ്ട് സംഭവങ്ങൾ വരികയാണ്. ഒന്ന് റിസർവ് ക്യാപിറ്റലും ഒന്ന് ക്യാപിറ്റൽ റിസർവും. അപ്പോൾ ഉടനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. ആ വ്യത്യാസം എഴുതാനായിട്ട് ഇതേപോലെ പേജ് രണ്ടാക്കുക. ഒന്ന് ക്യാപിറ്റൽ റിസർവ്, ഒന്ന് റിസർവ് ക്യാപിറ്റൽ. എന്നിട്ട് ഞാൻ പറയുന്ന ഡിഫറൻസ് അതിൽ ക്യാപിറ്റൽ റിസർവ് പറയുമ്പോൾ ആ കോളത്തിലും റിസർവ് ക്യാപിറ്റൽ പറയുമ്പോൾ ഈ കോളത്തിലും എഴുതുക. എഴുതിക്കോ. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ റിസർവിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഓൺലി. റിസർവ് ക്യാപിറ്റലിലേത് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പുറത്ത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. Next one, it is shown in the balance sheet. അപ്പുറത്ത് it is not shown in the balance sheet. Next one, its creation is compulsory. Reserve capital, its creation is not compulsory. അടുത്തത് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്യാപിറ്റലാണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ ശേഷം നോട്ട് എഴുതിയാൽ മതി. ടൈപ്സ് ഓഫ് ക്യാപിറ്റലിൽ ഒരു കമ്പനി രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്യുക. ഒന്ന് പ്രിഫറൻസ് ക്യാപിറ്റലും ഒന്ന് ഇക്വിറ്റി ക്യാപിറ്റലും. ഈ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോഴും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെ പറയുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന്. ഈ പ്രിഫറൻസ് റൈറ്റിൻ്റെ കാറ്റഗറി നോക്കിയിട്ട് പ്രിഫറൻസ് ഷെയർസിനെ
8 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 4 ജോഡിയാണ്. ഒന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മറ്റേത് വരുന്നത്. അങ്ങനെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് വൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഉടനെ രണ്ടാമത്തെ നമുക്ക് പറയാൻ പറ്റും നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അപ്പുറത്ത് എന്തായിരിക്കും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് വൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇപ്പുറത്ത് എന്ത് വരുന്നു നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് വൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനി ഈ പ്രിഫറൻസ് ഷെയർ അല്ലാത്ത എല്ലാ ഷെയർസിനെയും നമുക്ക് എന്തെന്ന് പറയാം ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഹെഡിങ് കൊടുത്തോ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സെക്കൻഡ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി സാർ ഹെഡിങ് കൊടുക്കുന്നു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എഴുതിക്കോ the shares which carry preferential right in the payment of dividend and repayment of capital is called preference shares. അടുത്ത heading types of preference shares. First one cumulative preference shares. The preference shares which guarantee arrears of dividend is called cumulative preference shares. Second one non-cumulative preference shares. The preference shares which not guarantee arrears of dividend is called non-cumulative preference shares. Third one participating preference shares. The preference shares which can share the surplus profit of the company is called participating preference shares. Next one non-participating preference shares. The preference shares which cannot share surplus profit of the company is called non-participating preference shares. Next one redeemable preference shares. The preference shares which are repayable after a fixed period is called redeemable preference shares. Next one irredeemable preference shares. The preference shares which are repayable only on the winding up of the company is called irredeemable preference shares. Next one convertible preference shares. The preference shares which can be converted into equity shares is called convertible preference shares. Last one non-convertible preference shares. The preference shares which cannot be converted into equity shares is called non-convertible preference shares. അടുത്ത ഹെഡിങ് കൊടുക്ക് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ പറയുന്നത് എന്താണെങ്കിൽ പ്രിഫറൻസ് ഷെയർ അല്ലാത്ത എല്ലാ ഷെയർസിനെയും എന്തെന്ന് പറയുന്നതാണ് ഇക്വിറ്റി ഷെയർ എന്നാണ്. അപ്പോൾ ദ ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർ ഈസ് കോൾഡ് ഇക്വിറ്റി ഷെയർസ്. അടുത്തത് നമ്മുടെ ഇഷ്യൂ ഷെയർസിൽ വരുന്ന ചില സ്പെഷ്യൽ
തിയറീസ് ഉണ്ട്. എഴുതിക്കോ. മിനിമം സബ്സ്ക്രിപ്ഷൻ, the minimum amount of capital required to start a joint stock company is called minimum subscription. അടുത്തതാണ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞില്ലേ, കോള് വിളിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വീഴ്ച വരുത്തുന്ന തുകയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിളിച്ച തുകയേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് തരാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എഴുതിക്കോ, കോൾസ് ഇൻ അരിയേഴ്സ്. ദ അൺപെയ്ഡ് എമൗണ്ട് ഓൺ കോൾസ് ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. ഇറ്റ് ക്യാരി 10% ഇൻട്രസ്റ്റ്. അടുത്തത് കോൾസ് ഇൻ advance. The excess amount received more than the amount called up is called calls in advance. It carries 12% interest. അടുത്ത് ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് വാങ്ങുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതലാണ് വാങ്ങിയതെങ്കിൽ അതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നും, ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവാണ് വാങ്ങിയതെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നും പറയും. ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ നമ്മുടെ ഇഷ്യൂ ഷെയർസിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കമ്പനി അതെന്താണ്, എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അതൊരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ആ ഡീൽ ചെയ്യാൻ 3 മാർഗമാണ്. എക്സസ് ആയി കിട്ടിയത് തിരിച്ചയച്ചു കൊടുക്കുക, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ചെയ്യുക. അപ്പോൾ നോട്ട് ചെയ്തിക്കോ. ഓവർ സബ്സ്ക്രിപ്ഷൻ, if the number of shares subscribed is more than the number of shares issued is called over subscription. In this case, the directors use 3 alternatives, namely, first one, accept some application in full and reject others. Second one, make pro rata allotment. Third one, a combination of these 2. അപ്പോൾ ഉടനെ എന്താണ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ട് താഴെ എഴുതിക്കോ, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ്. ദ പ്രൊപ്പോർഷനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് among the applicant is called pro rata allotment. In this case, all applicant gets shares at a lesser number than applied. So, the excess application money is transferred to share allotment and share call. Next one, under subscription. If the number of shares subscribed is less than the number of shares issued,
ഈസ് കോൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗം ജേണൽ എൻട്രി, ഇഷ്യൂ പ്രൊസീജിയേഴ്സും മറ്റ് തിയറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.